ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു പുതിയ ടിപ്പായിട്ടാണ് കേട്ടോ. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഹോം റെമഡിയാണ് തലനീരിറക്കത്തിന്. അപ്പോൾ തലനീരിറക്കം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അല്ലേ. കഴുത്തിൽ നൊഡ്യൂൾസ്, അതായത് പ്രശ്നങ്ങൾ, ഇൻഫ്ലമേഷൻസ്, ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് പോകുന്നില്ല, ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഈ ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ടിട്ട് നമുക്ക് വലിയ വലിയ പ്രോബ്ലത്തിലേക്ക് കലാശിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ലൈഫിലുള്ള ഡെയിലി റൊട്ടീൻസിലുള്ള ചേഞ്ചസ് കൊണ്ടിട്ട് നമുക്ക് ഈസിലി ഈ ഒരു പ്രോബ്ലത്തിനെ റിസോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയതും നമ്മുടെ എന്തായാലും കോയമ്പത്തൂരായിരുന്നല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടിയതാണ് കേട്ടോ. പക്ഷേ അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും വയസ്സായ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നില്ല, അവർക്കും അറിയില്ല. ആക്ച്വലി നമുക്കത് വീട്ടിൽ നിന്ന് മുത്തശ്ശിമാരൊക്കെ ചെയ്തു തന്നുകൊണ്ടിരുന്നപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തിനാണ് കുടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ ഇത്ര കൈപ്പല്ലേ എന്തിനാണ് കുടിക്കണേ ഇത്ര കഷ്ടപ്പെട്ടിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മോളെ, അല്ലെങ്കിൽ അത് നല്ലതാണ് കുടിക്കുന്നത്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീസൺ അവർക്ക് അതേ അറിയുള്ളൂ. അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഇതിന് ഇത്ര വലിയൊരു സീക്രട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു പിടി മുരിങ്ങയില എടുക്കുക. ഇതിലുള്ള താരങ്ങൾ എന്ന് പറയുന്നത് മുരിങ്ങയില, വെളുത്തുള്ളി, കറിവേപ്പില, ഈ 3 ഇൻഗ്രീഡിയൻസ് മതി. 2 റെസിപ്പിയിൽ നമുക്കിത് ചെയ്യാം. ഒരു ദിവസം ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണ്, 2 രീതിയിൽ നമുക്കിതിനെ ചെയ്യാം. ഒന്ന്, വെളുത്തുള്ളി ചതച്ചതും മുരിങ്ങയിലയും കറിവേപ്പിലയും നമുക്ക് ഒരു പാത്രത്തിൽ ഒരു 2 ഗ്ലാസ്സോ, ഇപ്പോൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് മതി, വെള്ളം ഒഴിച്ച് ഇതിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് അത്യാവശ്യം ചെറു ചൂടോടുകൂടി കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം മാത്രം, മുരിങ്ങയില സൂപ്പ് അങ്ങനെ കുടിക്കാം. ഓക്കെ. അപ്പോൾ അതിൽ സോൾട്ട് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ബോഡി കാണിക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതിൽ മെയിൻ ഒരു കാര്യം സോൾട്ട് തന്നെയാണ്. സോൾട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവോയ്ഡ് ചെയ്താൽ കുറച്ചും കൂടി സ്മൂത്തായിരിക്കും കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ പാനീയം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ. സോൾട്ട് ഇട്ടിട്ടേ കുടിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു നുള്ള് സോൾട്ട് ഇടുക കേട്ടോ, അതിൽ കൂടുതൽ ഇടരുത്. പിന്നെ രണ്ടാമത്തെ റെസിപ്പി പെട്ടെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത്, ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് മുഴുവൻ കുരുമുളക് കേട്ടോ, ഒരു 4-5 കുരുമുളകും ഒരു പിഞ്ച് ജീരകം, പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇത് 3 ചതച്ച് വെക്കുക. ചതച്ച് വെച്ചത് വെളിച്ചെണ്ണയിലേക്ക് ഇടുക. നമ്മൾ രസത്തിന് ചെയ്യില്ലേ അതേപോലെ ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് വഴറ്റുക. അധികം കരിഞ്ഞ് പോകണ്ട, അധികം വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഉപ്പ് ഇടുക. നമ്മൾ ഫ്രഷായിട്ട് കഴുകി പറിച്ച് വെച്ചിരിക്കുന്ന ഒരു പിടി മുരിങ്ങയുടെ ഇല അതിലേക്ക് ഇടുക, ചീനച്ചട്ടിയിലേക്ക് ഇടുക. കൂടുതൽ വേവാനോ അടച്ചു വെച്ച് കുക്ക് ചെയ്യാനോ ഒന്നും ട്രൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ കറിവേപ്പില ഇടുക. നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഇതേപോലെ 2-3 ടംബ്ലർ, അതായത് വീട്ടിൽ എത്ര പേർക്ക് കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടംബ്ലർ വെള്ളം വയ്ക്കുക. ഇത് വറ്റണം. ഇപ്പോൾ 2 ടംബ്ലർ വെള്ളമാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വറ്റി ഒരു 1.25 ടംബ്ലറിലേക്കൊക്കെ ആവണം, ചുരുങ്ങണം. ഓക്കെ. നമുക്കറിയാമല്ലോ, നമ്മൾ തുളസിയിലെ കഷായമൊക്കെ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കണക്കും. അപ്പോൾ ഞങ്ങൾ സാധാരണ ഒരു 3 ടംബ്ലർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചങ്ങനെ കുക്ക് ചെയ്യുക. നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് ആ എസൻസ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. മുരിങ്ങയിലയുടെയും കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ എസൻസ് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണം. എന്നിട്ട് ഈ 3 ടംബ്ലർ എന്ന് പറയുന്നത് ഒരു 2.5 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സിലേക്കൊക്കെ ചുരുങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. നീര് ചൂടോടുകൂടി കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. ഓക്കെ. അപ്പോൾ ആ ചൂടോടുകൂടി കുടിക്കുക. രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ, രാത്രിയൊന്നുമല്ല. വെറും വയറ്റിൽ രാവിലെ കഴിക്കുക. ഇത് നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ശരീരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഇരുന്നിട്ടുള്ള അണുബാധകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ആകും. അനാവശ്യമായിട്ടുള്ള സ്വെല്ലിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാജുവലി അതൊക്കെ മാറും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കുടിക്കുന്ന ദിവസം, ഇത് ഇൻടേക്ക് ചെയ്യുന്ന ദിവസം നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കുന്നത് അളവ് കൂട്ടുക. ഓക്കെ. കാരണം ആ ഇൻഫ്ലമേഷൻസിനെ കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സായിരിക്കും ബോഡിയിലേക്ക് നടക്കുക. അപ്പോൾ അതിന് എന്ത് വേണം,
നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇൻടേക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ആ വെള്ളം നമ്മൾ കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ടങ് ട്വിസ്റ്റ് ആവും. അപ്പോൾ കുടിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയും കറിവേപ്പിലയും എടുക്കാൻ ശ്രദ്ധിക്കുക. മസ്റ്റാണ്. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില നമുക്കറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്, പിന്നെ ഗതികേട് കൊണ്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള മെഡിസിനൽ പർപ്പസിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരാവശ്യം വരുമ്പോൾ നിങ്ങളത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഫ്രഷ് ആയിട്ടുള്ള ഇതേപോലെ മുരിങ്ങയിലയും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഓരോരുത്തരുടെ ഓരോ ബിലീഫ് ഉണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യാം. ബാക്കിയുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഏത് മാസമാണോ അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ ഒരു കൾച്ചർ പ്രകാരം അറിയാമെന്ന് അത് ചെയ്യുക. ബാക്കിയുള്ള മാസങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മാസം ഇത് കുടിച്ചു കഴിയുമ്പോൾ തന്നെ നല്ല റിലീഫ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിനുള്ളൊരു റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു സോ മച്ച്.